കണ്ണവത്തെ ആദിവാസി യുവതി സിന്ധു ഇന്നും കാണാമറയത്ത്. കണ്ണവം വനത്തിൽ വിറക് തേടിപ്പോയ സിന്ധുവിനെ കാണാതായിട്ട് 6 മാസം പിന്നിടുകയാണ്. സിന്ധുവിനെ കണ്ടെത്താൻ അധികാരികൾക്ക് ഇതുവരെ സാധിച്ചില്ല. ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അന്വേഷണം നിലച്ച മട്ടാണ്. സിന്ധു തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം. വിറക് എടുക്കാൻ പോവുകയാണ്. ആരോടും മിണ്ടാണ്ട് പോവുക. ഞാൻ വിചാരിച്ചിരുന്ന വിറക് എടുത്തിട്ട് വരുന്നു. അതെ, ഇനി അത്രയും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ. ഈ അമ്മ തൻ്റെ മകളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അത് ഞാൻ തൊഴിലുറപ്പിന് പോകുന്നേരം വിളിച്ചു നോക്കി നോക്കുന്നേരം അവളെ അനങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ വൈകുന്നേരം വന്നിട്ട് നോക്കുന്നേരം അനങ്ങുന്നില്ല, കാണുന്നില്ല. എവിടെയുള്ളൂന്നൊന്നും ഇത് തറവാട് വിടും. അവള് നിൽക്കുന്ന ആരെയാണോ 3-4 ദിവസം നിന്ന് അത് ഒറ്റയ്ക്കന്നെ നിൽക്കുന്നു. ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടും വരില്ല. ഒരു സാധനം കൊടുത്താൽ തിന്നുമില്ല. ഇവിടുന്ന് അവള് തന്നെ വെച്ചുണ്ടാക്കിയിട്ട് തിന്നു. 31 ഞാൻ തൊഴിലുറപ്പിന് പോകുന്നേരം വിളിച്ചു നോക്കി മുണ്ടിയനെ. അന്ന് മുണ്ടി എന്നിട്ട് രാവിലെ പോകുന്നേരം മുണ്ടിയനെ. പിറ്റേ ദിവസം മുണ്ടുന്നില്ല, വിളിച്ചു നോക്കുന്നേരം. അങ്ങനെ ഞാൻ രതീശിനോട് അറിഞ്ഞ പണിക്കും പോയിട്ട് വന്നാലാ അവിടെ ഏച്ചിൻ്റെ ഒച്ച കേട്ടില്ലെന്നറിഞ്ഞു. ഇല്ല എന്നറിഞ്ഞു. ഞാൻ പറഞ്ഞു ഏച്ചിനെ കാണുന്നില്ല, നമുക്കൊന്ന് ചെന്ന് നോക്കുമെന്നറിഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുന്നേരാണ് കാണാതെ. ഇവിടെ എപ്പോൾ എവിടെയാ പോയി തിരുവനന്തപുരത്ത് എനിക്ക് ഇങ്ങനെ പോക്കുണ്ടോ? അങ്ങനെ ഇവിടെ വിറക് എടുക്കാനാണ് പോവുകയാണ്. ആരോടും മിണ്ടാണ്ട് പോവുക. ഞാൻ വിചാരിച്ചിരുന്ന വിറക് എടുത്തിട്ട് വരുന്നു. അതെ, ഇനി അത്രയും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ. ഇതുവരെയായി സിന്ധുവിനെ കണ്ടെത്താനോ എന്തു സംഭവിച്ചെന്നറിയാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ സിന്ധു എവിടെയോ ഉണ്ട് എന്നു തന്നെയാണ് കുടുംബക്കാർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് കുടുംബം ആഗ്രഹിക്കുന്നതും. എങ്ങനെയെങ്കിലും ചേച്ചീനെ കണ്ടെത്തണം എന്നുള്ളത്. ഇനിയിപ്പോൾ ജീവനാട് എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളതില്ല. കാരണം കാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി പരമാവധി നമ്മൾ നോക്കേണ്ടത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു മുമ്പേ എന്തെങ്കിലും വിധത്തിൽ നമുക്ക് തിരിച്ച് അറിയേണ്ടതാണ്. ഇതുവരെ അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഡിസംബർ 31-നാണ് കണ്ണവം വേലേരി മലയമ്പാടി ഹൗസിൽ സിന്ധുവിനെ കാണാതാവുന്നത്. വനത്തിൽ വിറക് തേടിപ്പോയ സിന്ധു തിരികെ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കണ്ണവം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ കണ്ണവം പോലീസിന്റെയും പാട്യം പഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വലിയ തിരച്ചിലാണ് നടത്തിയിരുന്നത്. പോലീസ് അന്വേഷണത്തിന് പുറമെ വനം വകുപ്പ്, ഫയർഫോഴ്സ് എന്നീ ഉദ്യോഗസ്ഥരും തിരച്ചിലിനായി രംഗത്തെത്തിയിരുന്നു. പോലീസ് ഡോഗ് സ്ക്വാഡ്, ഡ്രോൺ, വെള്ളക്കെട്ടുകൾ തിരച്ചിൽ നടത്തുന്നതിനുള്ള റഡാർ സംവിധാനം, തണ്ടർ ബോൾട്ട് സേവനം എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തി സമീപ പ്രദേശങ്ങളിലൊക്കെ സിന്ധുവിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. സമീപ പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു. ഇതിനു പുറമെ പ്രദേശവാസികളായ നാട്ടുകാരുടെ നിരന്തരമായ തിരച്ചിലും നടത്തിയിരുന്നെങ്കിലും സിന്ധുവിനെ കണ്ടെത്താനോ സിന്ധുവിന് എന്ത് സംഭവിച്ചു എന്നറിയാനോ ഈ 6 മാസം പിന്നിട്ടിട്ടും സാധിച്ചിട്ടില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ഉൾപ്പെടെ സിന്ധുവിനായി വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അന്വേഷണം നിലച്ച മട്ടാണെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു. 31-നാണ് ചേച്ചിനെ കാണാണ്ടാകുന്നത്. അതിനുശേഷം പല സ്ഥലങ്ങളിൽ നമ്മളെ ആ രീതിയിൽ പരുതിയിട്ടുണ്ട്. പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും പരുതിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ചേച്ചിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ മഞ്ഞാന്ന് വരെ ഞാൻ സ്റ്റേഷനിൽ പോയിന്. അപ്പോൾ പോലീസുകാർ പറഞ്ഞതാണ് നമുക്കിനി ഒന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് നമ്മൾ ചേച്ചീനെ കണ്ടെത്തണം എന്നുള്ളൊരു ഇതാണ് നമുക്ക് പറയാനുള്ളത്. പ്രസിഡൻറ്റ് കമ്മിറ്റി രൂപീകരിച്ച് അതിന് ശേഷം പിന്നെ ഒന്നോ 2 പ്രാവശ്യം ആടിയിട്ട് കണ്ടതല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. കുടുംബങ്ങളിൽ നിന്നും മറ്റ് ജനങ്ങളിൽ നിന്നും അകന്നു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സിന്ധു തറവാട് വീടിന് സമീപമായി ഷീറ്റ് കെട്ടിയായിരുന്നു താമസിച്ചിരുന്നത്. സിന്ധുവിന്റെ നിത്യചിലവൊക്കെ വഹിച്ചിരുന്നത് അച്ഛനായിരുന്നു. മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് അച്ഛൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിലല്ലാണ്ട് അന്വേഷിക്കാൻ പറ്റും. ഞായറാഴ്ച അന്ന് ഓളെ ഞാൻ ഇവിടെ അടക്കിൽ നടന്ന സ്ഥലത്ത് വെച്ച് കാണുന്നു. ഞാൻ വെറുകിന് പോയാന്ന്
ഓളും വെറുകിന് വന്നാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മേലെ വെറുകിന് പോയിട്ട് താഴോട്ട് വെറുക് എടുത്തിട്ട് വരുന്നേരമാണ് ഓൾ കാണുന്നത്. പിന്നെ ഞാൻ വെറുക് കുറച്ച് ഇപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ചെല്ലുന്നേരം ഓൾ കാണുന്നില്ല. ഓൾ പിന്നെ അത് ഒരു ഭാഗത്ത് കാട്ടിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. ദൂരം അങ്ങനെ കുറച്ച് തിരക്ക് വേണ്ടല്ലുള്ളത്, അങ്ങനെ ദൂരം അടിയും പോക്കില്ലായിരുന്നു. പിന്നെ വീടിന് ഇങ്ങനെ കളിക്കെല്ലാം പിന്നെ പോകുന്ന അങ്ങനെ അവിടെ കടയിൽ പോകും സാധനം മേടിക്കാൻ. അപ്പോൾ ആ സാധനം മേടിച്ചാൽ പൈസ മുഴുവൻ ഞാനാണ് കുറച്ച് തീർത്തത്. സിന്ധുവിനെ കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികൃതർ ആദ്യഘട്ടത്തിൽ കാണിച്ച ആവേശം ആത്മാർത്ഥമായി തുടരണമെന്നും സിന്ധുവിനെ കണ്ടെത്താനുള്ള രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കണമെന്നും BJP കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി TK സജീവൻ പറഞ്ഞു. സ്വദേശിയായ സിന്ധു എന്ന സ്ത്രീ 2024 ഡിസംബർ 31 മുതൽ ഇന്നേക്ക് 6 മാസക്കാലമായി കാണുവാനില്ല. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പാട്യം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ രക്ഷാധികാരികളായി സ്ഥലം MLAയും സ്ഥലം MPയും ഒക്കെ ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസിൻ്റെ നിഗമനപ്രകാരം അവർ കാട്ടിൽ തന്നെ ഉണ്ട് എന്ന ഒരു സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർ തീർച്ചയായിട്ടും പോലീസും മറ്റ് അധികൃതരും അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. സിന്ധു ഉടൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സിന്ധുവിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒപ്പം നാട്ടുകാരും. ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.